ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അസുരമുളക് അല്ലേ. ഇതിൻ്റെ ഗുണങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അസുരമുളകും ഉണ്ട്, പാൽമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ BP ഷുഗറിനൊക്കെ ഇതിൻ്റെ മുളകിട്ട് കറിയൊക്കെ കൂട്ടിയാൽ BPക്കും ഷുഗറിനും ഒക്കെ നല്ലതാണ്. ഡെയിലി ഓരോ പാൽമുളകോ കാന്താരി മുളകോ കഴിക്കുന്നതും BPക്ക് നല്ലതാണ്, കൊളസ്ട്രോളിന് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് മരുന്നുകളിൽ നിന്നൊക്കെ മോചനം നേടാൻ വേണ്ടിയിട്ട് അല്ലേ. പണ്ടത്തെ പൊടിക്കൈകളൊക്കെയാണ് ഈ കാന്താരി മുളക്. പണ്ടുള്ളവർക്ക് BP ഷുഗർ ഇങ്ങനെ കൊളസ്ട്രോൾ ഇതൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ ദിവസവും ആഹാരത്തിൽ കാന്താരി മുളക്, ഈ പാൽമുളക്, ഇതുപോലെ ഈ അസുരമുളക് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം സോസുകളാണ്. ചില്ലി സോസുണ്ട്, എല്ലാത്തിനും ഇതിന് സോസുകളുണ്ട്. അതൊക്കെ എത്രത്തോളം ഗുണമുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ കാര്യം പറയാനല്ല വന്നത്. ഇത് എൻ്റെ അസുരമുളകിൽ ആദ്യം ഉണ്ടായ മുളകുകളാണ്. ഈ ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറിച്ചില്ല. കാരണം ആദ്യം ഉണ്ടാകുന്ന നമ്മുടെ മുളക് കൃഷി ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന മുളക് അത് വേണം നമ്മൾ വിത്തെടുക്കാനായിട്ട് നിർത്തിക്കാനുള്ളത്. ഞാൻ ആ മുളക് ഞാൻ കാണിച്ചു തരാം. കാച്ചെടുക്കുന്ന മുളക് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ മുളക് കൃഷി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തത് വിത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പഴുക്കുന്നത് വരെ ഞാൻ നിർത്തിയിരുന്നത്. ഇതുപോലെ ഇതാണെങ്കിൽ ഇച്ചിരി ഉണങ്ങിയും വന്നിട്ടുണ്ട്. ഇതെല്ലാം മുളകിൽ നിന്ന് തന്നെ ഉണങ്ങി നിന്നതാണ്. ഏകദേശം ആദ്യം ഉണ്ടായ ആ മുളകിൽ ആദ്യമായിട്ട് കാച്ച മുളക് ഇതാണ്. ഞാനിത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിറച്ച് വിത്ത് കാണും. നമ്മൾ ഇനി അടുത്ത് മുളക് കൃഷിക്ക് വേണ്ടിയിട്ട് ഈ വിത്താണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ, നല്ല ചെടികളും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്മൾ കൃഷി ചെയ്യുന്നതിൽ നിന്ന് തന്നെ ആദ്യം കിട്ടുന്ന വിളവ് എന്തായാലും വെണ്ടയായാലും പയറായാലും ചീരയായാലും ആദ്യം കിട്ടുന്നത് വിത്തിനായിട്ട് മാറ്റി നിർത്തിക്കോ. ഞാൻ അങ്ങനെയാണ്. എന്ത് കൃഷി ചെയ്താലും അതിലാദ്യമായിട്ട് കായ്ക്കുന്നത് ഞാനത് വിത്തെടുക്കാനായിട്ട് നിർത്തിക്കും. അതുപോലെ ഞാൻ വിത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസുരമുളക് ഞാൻ നിർത്തിയിരുന്നത്. ഇന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരാഴ്ച വെയിലത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഉണക്കി എടുത്ത് അതിൻ്റെ വിത്ത്, അതിൻ്റെ അരികൾ, അതിനകത്ത് വിത്ത് സീഡ് കാണും, അതിനെ എടുത്ത് നമുക്ക് നട്ടാൽ നല്ല അടിപൊളി തൈകൾ അടുത്ത പ്രാവശ്യത്തേക്ക് കിട്ടും. ഇപ്പോൾ ഇനി കായ്ക്കുന്നതെല്ലാം അവിടെ നിന്നോട്ട്. ഇതിപ്പോൾ ഉണക്കിയെടുത്താലും ഉടനെ നടരുത്. മാക്സിമം ഒരു മാസം നമ്മളൊന്ന് ഉണക്കിയതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി ഒരു കിഴിയായിട്ട് വെച്ചേക്കും. അതിനുശേഷം നമ്മൾ അടുത്ത കൃഷിക്ക് വേണ്ടി ഇതിട്ടാൽ നല്ല നിറച്ച് കാവലമുള്ള കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളും ശ്രദ്ധിക്കുക. കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ വേണം എടുക്കാൻ. നമ്മുടെ കൃഷിയിൽ ആദ്യം ഉണ്ടാകുന്ന മുളകായാലും എന്ത് ഫലമായാലും അതെടുത്ത് ഒന്ന് വിത്താക്കി എടുക്കുക. വിത്താക്കി ഒരു മാസം വരെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു മാസം വരെ നമ്മൾ ഒരു തുണി കിഴിയിൽ കെട്ടി വെച്ചതിന് ശേഷം അടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി തൈകൾ കിട്ടും. ആ തൈകളിൽ നല്ലവണ്ണം കായ്ഫലവും ഉണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്യുക. ഇതുപോലെ മുളകായാലും വെണ്ടയായാലും പയറായാലും എന്തായാലും ഇങ്ങനെ ആദ്യം കായ്ക്കുന്നത് വിത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഓക്കെ, ബൈ.